the baddest, baddest. ഈ സ്ഥലം കൊള്ളാം. നമ്മൾ ഇങ്ങോട്ട് വന്നതൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നെങ്കിലും ഹോട്ടൽ കണ്ടപ്പോ സമാധാനായി. എടാ, കാറ്റാടിമല എവിടെയാ? അവിടെ പോവാൻ ഇവിടുന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്യണം. എന്നാലും അത്ര ദൂരമൊന്നുമില്ല. ആരവേ, ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാ? ഒറ്റ ഇടി വെച്ചുതരും. എവിടെ ചെന്നാലും ഫുഡിനെ കുറിച്ചല്ലാതെ ഇവക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? ഫുഡ് കഴിക്കാതെ നിങ്ങൾ ഇവിടെ പട്ടിണി കിടക്കൊന്നുമല്ലല്ലോ. ഫുഡിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഇവിടെ തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. ആശ്വാസായി. ഈ ഹോട്ടലിൽ നീ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോ നീ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരണം. അയ്യോ, ഞാൻ വന്നാ ശരിയാവില്ല. അതെന്താ, നിനക്കല്ലേ ഇവിടെ പരിചയമുള്ളത്? നമ്മള് റൂം ബുക്ക് ചെയ്യാതെ വന്നിരിക്കുന്നത്. റൂം കിട്ടാതെ വന്നാലോ? റൂം കിട്ടാതിരിക്കില്ല. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് ഇവിടെ റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, ഇവിടെ സീസൺ എപ്പോഴാ? കാറ്റാടി മലയിൽ മഞ്ഞ് മൂടുന്ന സമയത്താണ് ഇവിടെ ധാരാളം ആളുകൾ വരുന്നത്. ആ സമയത്ത് കാറ്റാടി മലയിൽ ഒരു തരം മഞ്ഞ പൂക്കൾ വിരി. അത് കാണാൻ ആൾക്കാർ വരുന്നത്. അത് ഭയങ്കര സുന്ദരമായ കാഴ്ചയായിരിക്കും അല്ലേ? അത് കാണിക്കാൻ നിങ്ങളെ ഞാൻ മറ്റൊരിക്കൽ കൊണ്ടുപോവാം. അല്ല, ഇവിടെ നിന്റെ പണി എന്തായിരുന്നു? ഗൈഡായിരുന്നോ? എന്ത് ചോദിച്ചാലും ഉത്തരം പറയാതെ ഒരു വളിച്ച ചിരി ചിരിക്കും. ശരിക്കും ഇവിടെ നിന്റെ ജോലി എന്തായിരുന്നു? അല്ല, അത് എന്റെ ഇപ്പോഴത്തെ ജോലിയിലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് ഒരാഴ്ച താമസിക്കാൻ റൂമല്ലേ വേണ്ടത്? എല്ലാരും വാ, നമുക്ക് റിസപ്ഷനിലേക്ക് പോവാം. അയ്യോ, സമയം കുറയായി. റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്ത് കാണൂ. അതെ, ഞാൻ വരുന്നില്ല. ഞാനിപ്പോ പഴയ ആരവല്ലല്ലോ. പോലീസിന്റെ നോട്ടപ്പുള്ളിയല്ലേ. ഇവിടെ ആരെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഒറ്റ കൊടുത്താലോ? അപ്പോ നിനക്ക് ഇവിടെ റൂം എടുക്കണ്ടേ? എനിക്ക് റൂം വേണമെന്നില്ല. നിങ്ങൾ മാത്രം റൂം എടുത്താൽ മതി. അപ്പൊ നീ എവിടെ താമസിക്കും? ഞാനിവിടെ ചുറ്റിപ്പറ്റി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ താമസിച്ചോളാം. എടാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നടന്ന നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ? ആരെങ്കിലും നിന്നെ കണ്ടുപിടിച്ച പ്രശ്നാവില്ലേ? ഇതുവരെ എന്നെ ആരും കണ്ടുപിടിച്ചില്ലല്ലോ. ഇനി അതുണ്ടാവില്ല. നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. നിങ്ങൾ വന്നിട്ട് കുറച്ചു നേരമല്ലോ. ഇവിടെ താമസിക്കാൻ വന്നതാണോ? അതെ ചേട്ടാ. റിസപ്ഷൻ അവിടെയാ, അകത്തേക്ക് ചെന്നോളൂ. ആരവേ, ആ സെക്യൂരിറ്റിക്ക് നിന്നെ കണ്ടപ്പോ മനസ്സിലായില്ലല്ലോ. അത് നന്നായി. ഇവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവിടെ വർക്ക് ചെയ്ത് നിന്നെന്താ അയാൾക്ക് മനസ്സിലാവാത്തെ? അയാള് പുതിയ സെക്യൂരിറ്റിയാ, അതുകൊണ്ട് എന്നെ മനസ്സിലാവാത്തെ. നിങ്ങൾ റിസപ്ഷനിലേക്ക് ചെല്ലും. ഞാൻ സൗകര്യം പോലെ വന്നോളാം. ആരവേ, നീ സൂക്ഷിക്കണേ. നമ്മുടെ ലഗേജ് ഒക്കെ റൂമിൽ എത്തിച്ചാണോ? എത്തിച്ചാണു. നമുക്ക് 5 പേർക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരു റൂം കിട്ടിയത് നന്നായില്ലേ?
ഒറ്റരും കിട്ടുന്ന പ്രതീക്ഷിതേ ഇല്ല. എല്ലാവർക്കും സന്തോഷായില്ലേ? നീ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോന്നോ? നിങ്ങളുടെ പിന്നാലല്ലാതെ ഞാൻ വേറെ എവിടെ പോവാനാ? ഇങ്ങോട്ട് വരാൻ ഒരു ചാൻസ് കിട്ടി, ആരും കാണാതെ അകത്ത് കയറി. എടാ ഇവിടെ എല്ലാം ക്യാമറ ഉണ്ട്, നിന്നെ അവര് കാണില്ലേ? അത് സാരമില്ല, അകത്ത് കയറുന്നതാണല്ലോ പ്രശ്നം. ക്യാമറ ഇല്ലാത്ത ഭാഗത്തൂടെ ഞാൻ അകത്ത് കയറിയത്. അല്ല, ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാ? ഇന്നത്തെ ദിവസം ഇന്നിപ്പോ ഈവനിങ് ടൈം ആയില്ലേ, നമുക്ക് ഈ ഹോട്ടലൊക്കെ ഒന്ന് പരിചയപ്പെടാം. നാളെ രാവിലെ മുതൽ ഔട്ട്ഡോർ യാത്രകൾ ആരംഭിക്കാം. കാറ്റാടി മല മുഴുവൻ ചുറ്റി നടന്ന് കാണണം. കഴിയുമെങ്കിൽ ഒരു ട്രെക്കിങ്ങും ആവാം. ഇപ്പോ ട്രെക്കിംഗ് നടക്കില്ല. അതെന്താടാ, കാറ്റാടി മലയില് ട്രെക്കിംഗ് നിരോധിച്ചിരിക്കുക? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, കാറ്റാടി മലയിലെ മഞ്ഞപ്പൂക്കൾ വിരിയുന്ന മഞ്ഞ വസന്തം. ആ സമയത്ത് മാത്രമേ കാറ്റാടി മലയിലെ ട്രെക്കിംഗ് അനുവദിക്കൂ. അങ്ങനെയാണോ? നമുക്ക് റൂമിലേക്ക് പോവാം. വാ. വാ.